തന്ത്രി എന്ന് പറയുന്ന ആൾക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്ന് തന്നെ പറയണം. അതെന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഞാനിവിടെ വന്നത് അവസ്ഥയിലാണ്, ഇന്ന് ഞാൻ ഇരിക്കുന്നത് അവസ്ഥയിലാണ്. ഈ അശ്വതി പൂജയുടെ സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പൂജയെ പറ്റിയിട്ട് കൂടുതൽ വിശദീകരിക്കാനൊന്നും പറ്റില്ല. മേശാന്തിമാര് പൂജ കഴിക്കുക, ചില ജൽപ്പനങ്ങൾ, അടികളാരാ കൊടുങ്ങല്ലൂർ നമ്മളെ എന്നറിയാത്ത ആൾക്കാരാണ് അങ്ങനെ പറയാം. കാരണം അങ്ങനെയൊക്കെ അമ്മനെ ഇരുത്തി തന്നു എന്നുള്ളതിൽ തന്നെ ഞാൻ വളരെ സംതൃപ്തനാണ്. ഇത്ര കാലം ഈ ആയുസ് തന്നേലും ഇങ്ങനെയൊക്കെ ജീവിതം തന്നേലും ഞാൻ എന്താ പറയുക, അമ്മയോടുള്ള കടപ്പാടോ കൃതജ്ഞതയോ ഒന്നും നമുക്ക് തീർത്താൽ തീരില്ല. ഇപ്പം ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ കണ്ണടച്ചാലും ഞാൻ പുഞ്ചിരിച്ചിട്ടേ മരിക്കുള്ളൂ. അതെന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഞാനിവിടെ വന്നത് അവസ്ഥയിലാണ്, ഇന്ന് ഞാൻ ഇരിക്കുന്നത് അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ എന്നെ ഇരുത്തിയത് അമ്മയാണ്. അപ്പോൾ എനിക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ട് എൻ്റെ ജീവിതത്തിൽ, അമ്മ എനിക്ക് ദാനം തന്ന ഈ ജീവിതത്തിൽ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ ഇപ്പോൾ തൃച്ചർണച്ചാർത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അത് അതീവ രഹസ്യമായിട്ടുള്ളൊരു പൂജയാണ്. അത് നമ്മൾ തന്നെ അതിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ചടങ്ങുകളോ അടുത്ത ഒരു ആൾക്ക് കൈമാറുമ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ മാതിരി തീരെ നിർവാഹമില്ല. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ, അല്ലെങ്കിൽ ഇനി നമുക്ക് ആയുസ്സില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ മരിച്ചാൽ അടുത്ത തറവാട്ടിലെ കാരണവരാണ് ഉപദേശിക്കുക. ഇത് ഉപദേശിക്കാണ്ട് മരിച്ചാൽ അല്ല, ഇനി അല്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇനി ഈ ശ്രീകോവിലിൽ കിടക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നണ ഒരവസ്ഥയിലാണ് നമ്മൾ അടുത്ത ഒരാൾക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കുക. അപ്പം അതിപ്പോൾ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എല്ലാവരും അങ്ങനെ തന്നെ പറയണല്ലോ, അതിപ്പോൾ എന്നാ തോന്നുക അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതെന്തോട്ടെ, അപ്പം അത് അങ്ങനെ. അപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും വന്നോട്ടെ, അതിനൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ അശ്വതി പൂജയുടെ സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ ഭക്തജനങ്ങളോടായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ പൂജയെ പറ്റിയിട്ട് കൂടുതൽ വിശദീകരിക്കാനൊന്നും പറ്റില്ല. പൂജയുടെ സമയത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണ നിശബ്ദതയാണ് അമ്പല പരിസരത്തും അമ്പലത്തിലും ആവശ്യമുള്ളത്. അപ്പോൾ പൂജയ്ക്ക് നമ്മൾ 1 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ, നടയടയ്ക്കും, 1 മണിക്ക് നട അടച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പിന്നെ ആൾക്കാർ അമ്പലമുറ്റത്തു നിന്ന് മാറി ആൽത്തറകളിലും ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് സാധാരണ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ ഭരണിപ്പാട്ടോ അല്ലെങ്കിൽ തന്നാരം പാട്ടോ അതൊന്നും പാടില്ല. പൂർണ്ണമായിട്ട് നിശബ്ദമായിട്ടുള്ളൊരു അന്തരീക്ഷമാവണം. പിന്നെ ഈ ഇത് കഴിഞ്ഞിട്ട് കാവതിണ്ടലിന് നമ്മൾ കൊടി ഉയർത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഈ അമ്പലത്തിൻ്റെ ചുറ്റും നമ്മൾ വടിയടിച്ചിട്ട് ഓടലും ആ ഒരു ആഹ്ലാദ പ്രകടനം മാതിരി അമ്മേ ദേവി എന്നുള്ള വിളി മാത്രമേ അപ്പം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഭരണിപ്പാട്ടൊന്നും ഉണ്ടാവില്ല, അത് മാത്രമേ പാടുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത്രയൊക്കെ തന്നെയാണ് ശ്രദ്ധിപ്പിച്ചെ പറ്റിയിട്ട്. മേൽശാന്തി എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. ഈ മേൽശാന്തിമാരെ നിയമിക്കുന്നതും കാര്യങ്ങൾ, അമ്പലത്തിലെ മേൽശാന്തി കീഴ്ശാന്തി അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ എല്ലാ സ്റ്റാഫിനെയും നിയമിക്കാനും ഉള്ള അധികാരവും അടികൾക്കാണ്. അവർക്കുള്ള ശമ്പളവും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. അവരെ ഏത് സമയത്ത് നിയമിക്കാനും ഏത് സമയത്ത് പിരിച്ചുവിടാനും ഒക്കെ ഉള്ള അധികാരം, അതായത് അമ്പലത്തിൻ്റെ കംപ്ലീറ്റ് ഉള്ളിലത്തെ അഡ്മിനിസ്ട്രേഷൻ അടികൾക്കാണ് അതിൻ്റെ അധികാരം. ദേവസ്വം ബോർഡിന് ഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ അവരുടെ ക്ലർക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റോറ് സാധനങ്ങൾ, അതുപോലെ തടപ്പുള്ളിയിൽ നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അടികളുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലും കാര്യങ്ങളിലുമാണ്. അപ്പോൾ കീഴ്ശാന്തിമാരെ വയ്ക്കുന്നത് അടികന്മാരാണെന്ന് അർത്ഥം. സാധനം സപ്ലൈ ചെയ്യൽ മാത്രമേ ദേവസ്വത്തിൻ്റെ ഉള്ളൂ. മേശാന്തിമാരുടെ കാര്യത്തിലാണ് ഈ മേശാന്തിമാർക്ക് പൂജാതി കാര്യങ്ങൾ, പൂജ, ഉച്ചപ്പൂജ, അഭിഷേകം, ഉഷപ്പൂജ, പന്തീരടി പൂജ, ഉച്ചപ്പൂജ, ദീപാരാധന, അത്താഴപൂജ, ഈ 6 കാര്യങ്ങളാണുള്ളത്. ആ സമയത്ത് മേശാന്തിമാർ ഇരിക്കുമ്പോഴും ഭക്തജനങ്ങളെ കയറ്റിവിടുന്ന ഏത് സമയത്തും അങ്ങനെയാണ്. ഒരടികൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, ഉണ്ടാവണം. കാരണം അടികളുടെയാണ് ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അപ്പോൾ മേശാന്തി ഇരുന്നാലും വേണ്ടില്ല, കീഴ്ശാന്തി ഇരിക്കാൻ പറ്റില്ല.
ഉള്ളിൽ കയറിയ ഒരടികളെ നമ്മൾ ഇരുത്തുമ്പോൾ ഇപ്പൊ നമ്മളുടെ അനന്തരവന്മാരാണെങ്കിൽ തന്നെ അവരെ ഇരുത്തുമ്പോൾ തന്നെ നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇരുത്തുക. മേശാന്തിമാരെ എന്തായാലും അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ഇരുത്തില്ല. അവർ പൂജ കഴിക്കുന്ന സമയത്ത് ബാക്കി ചങ്ങലയൊക്കെ ഇട്ടിട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ അവർ മാത്രമാണ് മേശാന്തിമാർ പൂജ കഴിക്കുക. അതായത് ഇപ്പോൾ ഇത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ മേശാന്തി പൂജയ്ക്ക് കയറിയ അടികൾ കയറാൻ പാടില്ല എന്ന് പല ആൾക്കാരെയും ഒരു എന്താ പറയുക, ഒരു അറിയാത്ത ചില കൽപ്പനകൾ. അടികളാരാ കൊടുങ്ങല്ലൂർ നമ്മളെ എന്നറിയാത്ത ആൾക്കാരാണ് അങ്ങനെ പറയാൻ. കാരണം അടികളാണ് കൊടുങ്ങല്ലൂർ നമ്മുടെ കാര്യങ്ങൾ. ഇപ്പോൾ മേശാന്തിയെ നമ്മൾ നിയമിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ നമ്മുടെ മൂലമന്ത്രോ പൂജയോ ഒക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത് അടികളാണ്. തന്ത്രി എന്ന് പറയുന്ന ആൾക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്ന് തന്നെ പറയണം. അതായത് തന്ത്രി പൂജ പഠിപ്പിക്കുകയോ തന്ത്രി പൂജ ഉപദേശിക്കുകയോ പൂജ പരിശോധിക്കുകയോ ഒന്നും ചെയ്യണ ഒരവസ്ഥ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഇല്ല. അത് ഉറപ്പാണ്. കാരണം നൂറ്റാണ്ടുകളായിട്ടില്ല. എത്ര കാലം അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ വന്നെന്ന് പോലും നമുക്കറിയാം. കാരണം അടികൾക്ക് അമ്പലം കിട്ടിയതിന് ശേഷം അടികൾ തന്നെയാണ്. അതില്ല. മണ്ഡപത്തിൽ മുഖമണ്ഡപത്തിൽ കയറ്റി നിവേദിക്കുക. തടപ്പുള്ളിയല്ലേ ശ്രീകോവിലിൽ കയറ്റാൻ പറ്റുന്നതിന് പരിധി ഉണ്ടല്ലോ. അതിൻ്റെ ശ്രീകോവിലിൻ്റെ മുഖമണ്ഡപം അതുമ്പിൽ കംപ്ലീറ്റ് വെച്ചിട്ട് നിൽക്കുള്ളൂ. വേറെ വല്ലയിടത്തൊക്കെ ആണെങ്കിൽ തടപ്പുള്ളിന്ന് ആവാഹിച്ച് നിൽക്കുന്ന ഒരു ഇതുണ്ട്. വലിയ ഇപ്പോൾ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ വരുന്നുണ്ട്. വലിയ വാർപ്പൊക്കെ ആണെങ്കിൽ തടപ്പുള്ളിയിൽ നിന്ന് ആവാഹിച്ച് നിൽക്കും. അങ്ങനെ ഉണ്ട്. അപ്പം അത് ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പം പരമാവധി വന്നപ്പോൾ ഒരു ചതിച്ച വാർപ്പാണ്. അതൊക്കെയാണെങ്കിലും ആ വാർപ്പടൊക്കെ എടുത്ത് കൊടുന്ന് മുഖമണ്ഡപത്തിൽ വെച്ചിട്ട് എല്ലാ നിവേദ്യങ്ങളും ഇവിടെ ഭഗവതിയുടെ കണ്ടിട്ട് തന്നെ നിവേദിക്കണം. അത് നിർബന്ധം. അത് തടപ്പുള്ളിയിൽ വെച്ച് നിവേദ്യമില്ല.